ആസീനം ആസീനോ ദൂരം വ്രജതി ശയാനോ യാതി സർവതഃ കസ്തം മദം ദേവം മദന്യോ ജ്ഞാതുമർഹതി. ആസീനോ ദൂരം വ്രജതി ശയാനോ യാതി സർവതഃ കസ്തം മദം ദേവം മദന്യോ ജ്ഞാതുമർഹതി. അപ്പൊ ഇവിടെ ഉപനിഷത്തുക്കളിലൊക്കെ തന്നെ എവിടെ എവിടെ ആത്മതത്വ പ്രതിപാദനം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ വാക്കിൻ്റെ പരിമിതികൾ കാണും. കാരണം നേരത്തെ പറഞ്ഞു, അത് ന വിജാനീമോ യഥൈതദനുശിഷ്യാത്. കേനോപനിഷത്തിലെ പ്രസിദ്ധമായ മന്ത്രമാണ്. ന വിജാനീമോ യഥൈതദനുശിഷ്യാത്. ഇതിനെ എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടറിയില്ല? വാക്കിന് വിഷയമല്ലാത്തത് കൊണ്ട്. അതേ സമയത്ത് ശിഷ്യോപദേശം വാക്കിലൂടെ അല്ലേ പറ്റുള്ളൂ. അപ്പം മൗനഭാഷ എത്ര പേർക്ക് മനസ്സിലാവും? അനേക കോടി ജനങ്ങളിൽ ഒരാൾക്കേ മൗനം മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മൗനം തെറ്റിദ്ധരിക്കും. മൗനം പോട്ടെ, സ്പഷ്ടോപദേശം ഇല്ലെങ്കിൽ തന്നെ തെറ്റിദ്ധരിക്കും. ദേവന്മാരും മനുഷ്യന്മാരും അസുരന്മാരും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്ത് ഉപദേശത്തിന് പോയി. 3 കൂട്ടരെയും വിളിച്ചിരുത്തി ഒരുപോലെ, ഒരു വ്യത്യാസമില്ല. അങ്ങ് തത്വോപദേശം ചെയ്യണം, ഞങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അങ്ങ് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു ദാ, നീട്ട് പോയി, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ദാ, അത്രയേ ഉള്ളൂ. എന്താ ബ്രഹ്മാവ് ഉപദേശിച്ചത് നമുക്ക് ആർക്കും അറിയില്ല. ആ ബ്രഹ്മാവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ദേവന്മാർ മനസ്സിലാക്കി നമ്മൾ വളരെ സുഖിയന്മാരാണ്, സുഖഭോഗപ്രധാനികളാണ്, ധാരാളം വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു നിയന്ത്രണം വേണം അതിനൊക്കെ. അപ്പോൾ ദമം ചെയ്യണം എന്നാണ് ഉപദേശിച്ചതെന്ന് മനസ്സിലാക്കി. അവർ സംതൃപ്തരായിപ്പോയി. മനുഷ്യന്മാർ കൂടിയിരുന്ന് ആലോചിച്ചു, എന്തായിരിക്കും ബ്രഹ്മാവ് പറഞ്ഞത്? അപ്പം നമ്മൾ വളരെ പണിയെടുത്തിട്ട് പണം സമ്പാദിക്കുന്നുണ്ട്, നല്ലപോലെ പണമുണ്ട് നമുക്ക്, അപ്പം ദാനം ചെയ്യണം എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. അപ്പം അസുരന്മാർ ചിന്തിച്ചു, നമ്മളിപ്പോൾ പലരെയും കൊല്ലുകയും ഉപദ്രവിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ദയ വേണം എന്നാണ് ബ്രഹ്മാവ് ഉപദേശിച്ചത്. 3 പേരും തൃപ്തരായിപ്പോയി. എന്താ ബ്രഹ്മാവ് ഉപദേശിച്ചത്? അത് ബ്രഹ്മാവിനെ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ദോഷമുണ്ട്. എന്നിരിക്കെ മൗനമാണെങ്കിലോ? ഇപ്പൊ ദക്ഷിണാമൂർത്തി തത്വോപദേശം ചെയ്തത് മൗനത്തിലൂടെയാ. ഒരു വാക്കുമില്ല, ഒരു പ്രസംഗവും ചെയ്തിട്ടില്ല, ഒരു മന്ത്രം ഉപദേശിച്ചിട്ടില്ല, മൗനം. പക്ഷേ ആ മൗനം വായിക്കാൻ അറിയുന്നവരായിരുന്നു ശിഷ്യന്മാര്. മൗനത്തെ വായിക്കാൻ അറിയുന്നവരായിരുന്നു ശിഷ്യന്മാര്. അത് ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ തഞ്ചാവൂര്, പിന്നെ തമിഴ്നാട്ടിൽ പല സ്ഥലത്ത് സഞ്ചരിച്ചു, കാഞ്ചീപുരം. അങ്ങനെ രമണ മഹർഷിയെ കാണാൻ വേണ്ടി പോയി സംഘമായിട്ട്. 25 മിനിറ്റ് നേരത്തോളം രണ്ടാളും അഭിമുഖമായി ആനന്ദമായിരുന്നു. ആനന്ദമായിട്ട് ഒരു വാക്ക് അങ്ങോട്ടും ചോദിച്ചില്ല, ഒരു വാക്ക് ഇങ്ങോട്ടും പറഞ്ഞില്ല. നമ്മളാരെങ്കിലും ആണെങ്കിൽ എന്താ പറയുക? കണ്ടിട്ട് മിണ്ടിയില്ല എന്നാ നമ്മൾ പറയുക. അതെ, അവരാനന്ദമായിട്ട് രണ്ടാളും പിരിഞ്ഞു. ഒരു വാക്ക് അന്യോന്യം പറഞ്ഞിട്ടില്ല, ഒരു വാക്കില്ല, വെറും നോട്ടം മാത്രം മതി. അവർക്ക് മനസ്സിലായി
അവർക്ക് രണ്ട് കൂട്ടർക്കും മനസ്സിലായി. നമ്മളായിട്ടായിരുന്നെങ്കിൽ എന്താ പറയുക? പറയൂ. ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട്, ഞാൻ ഇത്ര യാത്ര ചെയ്ത് പോയിട്ട് എന്നെ കണ്ടിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല, മഹാവൃത്തികെട്ടവൻ, ദുഷ്ടൻ, ഇല്ലേ? ഇത്ര അഹങ്കാരിയാവാൻ പാടുണ്ടോ? ഒരു ചായ കുടിച്ചോന്ന് പോലും ചോദിച്ചില്ല. അതെ അതെ. അപ്പൊ ആ ഭാഷ അറിയുന്നവർക്കേ അത് പറ്റുള്ളൂ. അപ്പൊ സാധാരണക്കാരോട് അത് പറ്റില്ല. അപ്പൊ അവർക്ക് ഇതാന്നൊന്നും പറഞ്ഞാൽ പോരാ. 1-2 മിനിറ്റ് അല്ല ഇരുന്ന്, 25 മിനിറ്റ് ഇരുന്നു രണ്ടാളും സന്തോഷമായിട്ട്. രണ്ടാളും പരസ്പരം മനസ്സിലാക്കി. ആ ഏതായാലും അപ്പോ പറയല്ലാണ്ട്, വാക്കിലൂടെ പറയല്ലാണ്ട് നമുക്ക് രക്ഷയില്ല. അപ്പൊ അങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളൊക്കെ പറയേണ്ടി വരും ശ്രുതിയിൽ. തദ്ദേജതി തന്നൈജതി, അത് ചലിക്കുന്നു, അത് ചലിക്കുന്നില്ല. തദ്ദൂരേ തദ്വന്തികേ, അത് ദൂരെയാണ്, അത് അടുത്താണ്. തദന്തരസ്യ സർവസ്യ തത് സർവസ്യ ബാഹ്യത, അതെല്ലാത്തിൻ്റെയും പുറത്താണ്, അതെല്ലാത്തിൻ്റെ അകത്താണ്. മുഴുവൻ അബദ്ധം പറഞ്ഞത്. എന്തൊരു കഷ്ടം അത്. കാരണം വാക്കിന്റെ പരിമിതിയാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അത് തന്നെ അവിടെയും. ആസീനോ ദൂരം വ്രജതി, ആസീനഹ ഇരിക്കുന്നവനാണ്, എന്നാൽ ദൂരെ പോകുന്നു. ശയാനഹ കിടക്കുന്നവനാണ്, സർവതഃ യാതി എല്ലായിടത്തും എത്തുന്നു. ഇതെന്തൊരു കഥയാണ്! ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാല്? അപ്പൊ ഇരിക്കുന്നവൻ ദൂരം പോകുന്നു, കിടക്കുന്നവൻ എല്ലായിടത്തും എത്തുന്നു. തം മദാമദം ദേവം, അങ്ങനെയുള്ള മദാമദനായ ദേവനെ പ്രകാശിപ്പിക്കുന്നവനെ, മദനും അമദനും, സമദനും അമദനും, ആനന്ദം, മദത്തോട് ആനന്ദത്തോടൊത്ത അല്ലാത്ത, രണ്ട് ഭാവം അവിടെ തന്നെയാ. സമദനുമാണ് അമദനുമാണ്. അമദനാണെന്ന് കണ്ട അമദൻ, സമദനാണെന്ന് കണ്ടാൽ സമദൻ, അത്രയേ ഉള്ളൂ. ഉപാധി ധർമ്മത്തെ നമ്മൾ അധിഷ്ഠാനത്തിൽ കൽപ്പിക്കാറുണ്ട്. നീലാകാശം പോലെ, നീലാകാശം പോലെ. ഈ ഇരുണ്ടൊന്നും അല്ലാട്ടോ ആകാശം, ഇതൊക്കെ മേഘമാണ്. ഇതൊക്കെയാണ് നീങ്ങിയാൽ ശരിയായ ആകാശം കാണാം. അതെങ്ങനെ ഇരിക്കും സ്വാമി? അത് നല്ല നീലാകാശമായിരിക്കും. ശരിയോ തെറ്റോ? തെറ്റാണ്. ആകാശം നീലയല്ല, വെള്ളയല്ല, കറുപ്പുമല്ല. അതുപോലെ അങ്ങനെയുള്ളതായ ഈ ആത്മാവിന് മദന്യഹ, എന്നിൽ നിന്ന് ഭിന്നനായവൻ, ഞാനല്ലാത്തവൻ, ജ്ഞാതും കഹ അർഹതി, അറിയാൻ ആർക്കർഹത ഉണ്ട്? എനിക്കേ അറിയാൻ പറ്റൂ. എന്തൊരു അഹങ്കാരി അതില്ലേ! എനിക്കേ എന്നറിയാൻ പറ്റൂ. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാനല്ലാതെ ആർക്കറിയാൻ കഴിയുന്നെ? എന്നെ എനിക്കേ അറിയാൻ കഴിയൂ. അപ്പൊ ഇത് യമൻ പറഞ്ഞപ്പോ യമൻ പറഞ്ഞത്, നമ്മൾ പറയുമ്പോഴോ നമ്മൾ പറഞ്ഞത്. അത് ഓരോരുത്തരും അവനവനാ പറയണത്. ഞാനല്ലാതെ ആർക്ക്, എനിക്കല്ലാതെ ആർക്ക് ഇതിനറിയാൻ കഴിയും? എനിക്കേ അറിയാൻ കഴിയും. എനിക്ക് മാത്രമേ എന്നെ അറിയാൻ കഴിയൂ. സ്വയമേവ ആത്മനാത്മാനം വേത്തത്വം പുരുഷോത്തമ എന്ന് അർജുനൻ പറയുന്നുണ്ട്. ഹേ കൃഷ്ണ, നിന്നെ നീ തന്നെയാണ് അറിയുന്നത്. ഇതുപോലെ ഓരോരുത്തരും അവനവനെ ഞാനെന്നറിയുന്നു. നീ ആരെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഞാൻ. തിരിച്ചിങ്ങോട്ട് ചോദിച്ചാലോ? ഞാൻ.
കസ്തം മദാമദം ദേവം മദന്യോ ജ്ഞാതുമർഹതി. ഞാനല്ലാത്ത ആർക്ക് ഇതിനറിയാൻ പറ്റും? ഈ മദാമദനെ എനിക്ക് അറിയാൻ പറ്റും. എനിക്കറിയാൻ പറ്റും. അത് ആ ആത്മവിശ്വാസം നമുക്ക് വേണം. എനിക്കറിയാൻ പറ്റും. എന്ത്? അറിയേണ്ടതല്ല എന്നറിയാൻ പറ്റും. അറിയേണ്ട വസ്തുവല്ല, അറിയപ്പെടുന്ന വിഷയമല്ല, അറിയുന്നവൻ്റെ സ്വരൂപമാണ്. അവിടെ ഞാൻ പിന്തിരിഞ്ഞു, കൃതാർത്ഥനായി പിന്തിരിഞ്ഞു. അല്ലാത്ത കാലത്തോളം അറിയപ്പെടേണ്ടുന്ന എന്തോ വിഷയമാണെന്ന് തെറ്റിദ്ധരിക്കും. ശ്രദ്ധിക്കുക. നോക്കൂ, ആസീനഃ അവസ്ഥിതഃ അചലഃ ഏവ സൻ ദൂരം വ്രജതി. ശയാനഃ യാതി സർവതഃ ഏവ അസൗ ആത്മാ ദേവഃ. മദാമദഃ സമദഃ അമദശ്ച സഹർഷോ അഹർഷശ്ച വിരുദ്ധധർമ്മവാൻ അതഃ അശക്യത്വാത് ജ്ഞാതും കസ്തം മദാമദം ദേവം മദന്യോ ജ്ഞാതുമർഹതി. അസ്മദാദേരേവ സൂക്ഷ്മബുദ്ധേഃ പണ്ഡിതസ്യ സുവിജ്ഞേയഃ അയമാത്മാ സ്ഥിതിഗതി നിത്യാനിത്യാദി വിരുദ്ധ അനേക ധർമ്മോപാധികത്വാത് വിരുദ്ധധർമ്മവത്വാത് വിശ്വരൂപ ഇവ ചിന്താമണിവത് അവഭാസതേ. അതഃ ദുർവിജ്ഞേയത്വം ദർശയതി കസ്തം മദന്യോ ജ്ഞാതുമർഹതീതി. കരണാനാം ഉപശമഃ ശയനം. കരണജനിതസ്യ ഏകദേശവിജ്ഞാനസ്യ ഉപശമഃ ശയാനസ്യ ഭവതി. യഥാ ചൈവം കേവലസാമാന്യവിജ്ഞാനത്വാത് സർവതഃ യാതീവ യഥാ വിശേഷവിജ്ഞാനസ്ഥഃ സ്വേന രൂപേണ സ്ഥിത ഏവ സന്മന ആദിഗതിഷു തദുപാധികത്വാത് ദൂരം വ്രജതീവ സച ഇഹ ഇവ വർത്തതേ. ആസീനഃ അവസ്ഥിതഃ അചലഃ ഏവ സൻ ദൂരം വ്രജതി. ശയാനഃ യാതി സർവതഃ ഏവം അസൗ ആത്മാ ദേവഃ മദാമദഃ സമദഃ അമദഃ ച സഹർഷഃ അഹർഷഃ ച വിരുദ്ധധർമ്മവാൻ അതഃ അശക്യത്വാത് ജ്ഞാതും കസ്തം മദാമദം ദേവം മദന്യഃ ജ്ഞാതുമർഹതി. അസ്മദാദേഃ ഏവ സൂക്ഷ്മബുദ്ധേഃ പണ്ഡിതസ്യ സുവിജ്ഞേയഃ അയമാത്മാ സ്ഥിതിഗതി നിത്യാനിത്യാദി വിരുദ്ധാനേക ധർമ്മോപാധികത്വാത് അത് തന്നെ വിരുദ്ധധർമ്മവത്വാത് വിശ്വരൂപ ഇവ ചിന്താമണിവത് അവഭാസത്തെ. അതഃ ദുർവിജ്ഞേയത്വം ദർശയതി കസ്തം മദന്യോ ജ്ഞാതുമർഹതീതി. കരണാനാം ഉപശമഃ ശയനം. കരണജനിതസ്യ ഏകദേശ വിജ്ഞാനസ്യ ഉപശമഃ ശയാനസ്യ ഭവതി. യഥാ ച ഏവം കേവലസാമാന്യവിജ്ഞാനത്വാത് സർവതോ യാതീവ യഥാ വിശേഷവിജ്ഞാനസ്ഥഃ സ്വേന രൂപേണ സ്ഥിതഃ ഏവ സൻ മന ആദിഗതിഷു തദുപാധികത്വാത് ദൂരം വ്രജതീവ സച ഇഹ ഏവ വർത്തതേ. ആസീനഃ അവസ്ഥിതഃ.
ഇരിക്കുന്നവൻ, ഒരിടത്ത് ഇരിക്കുകയാണ്. ആസീനഹ അചലേവ, യാതൊരു ചലനവും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. സൻ, അങ്ങനെ ആയിരിക്കെ ദൂരം വ്രജതി, ദൂരെ പോകുന്നു. വിരുദ്ധ ധർമ്മമാണ്. സാധാരണ ഒരാൾ ദൂരെ പോകുന്നു പറഞ്ഞാൽ ഇരിക്കുകയല്ല. വണ്ടി പോവല്ലേ എന്നാരും ചോദിക്കരുതേ, അങ്ങനെയല്ല. അത് ഇരുന്നോണ്ട് ദൂരെ എത്തുന്നു. ശയാനോ യാതി സർവത, കിടക്കുന്നവൻ എല്ലായിടത്തും എത്തി. അസൗ ആത്മാ, ഈ ആത്മാവ് മദാമദ സഹർഷ അഹർഷ സമദ അമദ, സഹർഷനുമാണ് അഹർഷനുമാണ്, ആനന്ദനുമാണ് അനാനന്ദനുമാണ്, ഒരുപോലെ. വിരുദ്ധ ധർമ്മവാൻ, വിരുദ്ധ ധർമ്മങ്ങളോടുകൂടി പ്രകാശിക്കുന്നു. അതഹ, അതുകൊണ്ട് ഈ ദേവനെ അശക്യത്വാത് ജ്ഞാതും, ഇതിനെ മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഒരു രീതിയിൽ മനസ്സിലാക്കുമ്പോൾ വേറെ രീതിയിലാണ്. ഇരിക്കണവനാന്ന് മനസ്സിലാക്കുമ്പോൾ ഓടുകയാണ്, ഓടുന്നവനാന്ന് മനസ്സിലാക്കുമ്പോൾ ഇരിക്കുകയാണ്. എന്താ ചെയ്യുക? അതുകൊണ്ട് വളരെ മനസ്സിലാക്കാൻ വിഷമമായതുകൊണ്ട് കസ്തം മദാമദം ദേവം മദന്യോ ജ്ഞാതും അർഹതി, ആ മദാമദനായ ദേവനെ ഞാനല്ലാതെ, എനിക്കല്ലാതെ ആർക്കറിയാൻ കഴിയും? മറുപടി, എനിക്ക് അറിയാൻ കഴിയൂ, അതാർക്കും അറിയാൻ കഴിയില്ല. അറിയപ്പെടേണ്ടതല്ല ആത്മാ, വേറൊരാളാൽ അറിയപ്പെടേണ്ടതല്ല. അസ്മദാദേരേവ സൂക്ഷ്മബുദ്ധേഹേ, നമ്മളെപ്പോലുള്ള സൂക്ഷ്മബുദ്ധിയായിട്ടുള്ള പണ്ഡിതന് മാത്രമേ ഇതറിയാൻ കഴിയൂ. തിരിച്ചറിയാനുള്ളത്. അതെ, അസ്മദാദേഹേ സൂക്ഷ്മബുദ്ധേഹേ പണ്ഡിതസ്യ, നമ്മളെപ്പോലുള്ള സൂക്ഷ്മബുദ്ധിയായ പണ്ഡിതന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അയ്യോ, അപ്പൊ നമുക്കൊന്നും പറ്റില്ലല്ലോ. എല്ലാവർക്കും ഈ പദ്ധതിയിലേക്ക് എത്താലോ. പണ്ഡിതനാകാൻ വേറെ വല്ലതും പറഞ്ഞു? ആണാവണം പെണ്ണാവണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ യാതൊരു പരിമിതിയുമില്ല. ഹിന്ദു ആവണം, മുസൽമാനാവണം, ക്രിസ്ത്യാനി ആവണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യനാണോ? ഈ തത്വജ്ഞാനത്തിന് അധികാരമുണ്ട്. ഇന്ത്യക്കാരനാവണം, അമേരിക്കക്കാരനാവണം, ആഫ്രിക്കക്കാരനാവണം ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഇതിൻ്റെ സർവ ലൗകികത. സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ സർവ ലൗകികത അതാണ്. അത് ചിന്തിക്കുക. ഇവിടെ വേറെ ഒന്നും വേണ്ട. സുന്നത്ത് ചെയ്യണ്ട, മാമോദീസ മുക്കണ്ട, ഒന്നും വേണ്ട. എല്ലാവർക്കും ഒരുപോലെ. പക്ഷേ അതിൽ സമർപ്പിതമായി ഈ സാധനാ മാർഗത്തിൽ ഏകാഗ്രത സമ്പാദിക്കണം, അത്രയേ ഉള്ളൂ. ചിന്തിക്കുക. നല്ലതാണ്, ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ മതിയല്ലോ. ശ്രദ്ധയോടുകൂടി ഭജിച്ചാൽ മതി, പരിപൂർണ ശ്രദ്ധയോടുകൂടി ഭജിച്ചാൽ മതി. അത് മതി, പോരാന്ന് ആരും പറഞ്ഞിട്ടില്ല. അയാളെ മനസ്സിനെ ഇളക്കാൻ തട്ടിക്കരുത്. ഒരാൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്, എടാ ഇതുകൊണ്ടൊന്നും കാര്യമല്ലടേ, നീ വേദാന്തം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ ഇളക്കാൻ പോവരുത്. എന്നാ ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഖിനാം. പിന്നെന്ത് വേണം? ജോഷയേത്, പ്രേരയേത്. നീ ദിവസം പോണ്ടോ? പ്രേരിപ്പിക്കുക. നീ ഇപ്പം എപ്പോഴാണ് ഗുരുവായൂർ പോകേണ്ടത്? ഞാൻ കൊല്ലത്തിൽ ഒരു ദിവസം പോകേണ്ടത്. അത് പോരാ, ഇടയ്ക്കിടയ്ക്ക് പോകണം. ഗുരുവായൂരപ്പനെ ഇടയ്ക്കിടയ്ക്ക് കാണണം. ജോഷയേത്, പ്രേരയേത്. എന്നാ നിങ്ങളെന്താ പോകാത്തത്? ഇനി ഞാൻ പോകണില്ല, ഗുരുവായൂരപ്പൻ ഞാനുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, വരണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മതി, പ്രശ്നമല്ല. അങ്ങനെ കുറെ കാലം പോകുമ്പോഴാണ് ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട അമ്പരന്നു ഞാൻ. കുഞ്ഞുണ്ണി മാഷ് എന്തൊരു വേദാന്തിയായിരുന്നു. ലളിതമായ വാക്യങ്ങളെ കൊണ്ട് വേദാന്തത്തിന്റെ സൂക്ഷ്മതത്വം ഇത്ര മനോഹരമായി ഉപദേശിച്ചതാരാ?
വളരെ ശ്രദ്ധിക്കണേ, ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ച് കേൾക്കവേ, വായിച്ച് കാണവേ അല്ല, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ടമ്പരന്നു ഞാൻ. അത് മനസ്സിലാക്കിയാൽ പിന്നെ ഗുരുവായൂർ നിന്നു, പിന്നെ ഗുരുവായൂർ പോക്കില്ല. അതുവരെ പോകും, അതുവരെ പോണെന്നേ. ആ അപ്പൊ നിന്നു. ഇനിയിപ്പോ എന്താ ഗുരുവായൂർ പോണില്ലേ? പോണില്ല. അതെന്താ? ഗുരുവായൂരപ്പനെ കാണണ്ടേ? അയാൾക്ക് കാണുന്നത് അങ്ങോട്ട് വന്നോട്ടെ, അയാൾക്കല്ലാണ്ട് എന്താ? അത്രയേ ഉള്ളൂ, അല്ലാണ്ടെന്താ? ആ അത്രയേ ഉള്ളൂ, അത് വേറെ പ്രശ്നമല്ല. അപ്പൊ ഒന്നിനെ ഇവിടെ നിഷേധിക്കുകയല്ല. സ്വാമി, എനിക്ക് ഗുരുവായൂർ പോയാലൊരു സന്തോഷമില്ല, എനിക്ക് പഴനി പോയിട്ട് ആണ്ടവനെ കാണുമ്പോഴാണ് സന്തോഷം. നിശ്ചയം നീ പഴനി പോണം. എപ്പോൾ പോണം? കഴിയുന്നതും പോണം, അവിടെയും പോണം ഇവിടെയും പോണം. അത് വിഷമാട്ടുകയോ, പല കുഴി കുഴിച്ചിട്ട് ഒന്നിലും വെള്ളം കിട്ടൂല. ആയിരം കുഴി കുഴിച്ചിട്ട് വെറുതെ ക്ഷീണിക്കുക എന്നല്ലാണ്ട് വെള്ളവും കാണൂല, ഒന്നുമില്ല, ആയുസ്സും പോവും. ഏതെങ്കിലും ഒരു കുഴി കുഴിച്ചോളൂ. പാറയുള്ളടുത്താ കുഴിക്കണെച്ചാൽ മനസ്സിലാവും, കുഴിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ പാറയായിന്ന്. അപ്പൊ പാറ പൊട്ടിക്കാനുള്ള കെമിക്കൽസ് വാങ്ങണം. പാറ പൊട്ടിക്കാനുള്ള കെമിക്കൽസ് ഉണ്ട്, നോക്കണം. എന്നിട്ടും വെള്ളമില്ല, മാറ്റണം, ഒന്ന് മാറ്റി പിടിക്കണം, അല്ലാണ്ടെന്താ? അത് തുടക്കത്തിൽ തന്നെ പാറയായിരിക്കുമെന്ന് വിചാരിച്ച് കുഴിക്കാതിരുന്നാലോ അത് ശരിയാവുമോ? അത് ശരിയാവില്ല, ഒന്നിലേക്ക് ഇറങ്ങില്ല. അത് ശരിയാവില്ല സ്വാമി. ഓ ശരി, എന്നാ പിന്നെ ഇത് നോക്കുക, അതും ശരിയാവില്ല. ചിലർ അങ്ങനെയാ, എല്ലാത്തിനും ഉടക്ക് പറയും, എല്ലാത്തിനും. അത് പറ്റൂല. ശരി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സൂക്ഷ്മബുദ്ധിയായ പണ്ഡിതന് മാത്രമേ ഇത് അറിയാൻ കഴിയൂ കേട്ടോ. കാരണം സ്ഥിതിഗതി നിത്യാനിത്യ, നിത്യമാണ് അനിത്യമാണ്, സ്ഥിതിയാണ് ഗതിയാണ്, ഓടുകയാണ് ഇരിക്കുകയാണ്, കിടക്കുകയാണ് പരക്കുകയാണ്. എങ്ങനെയാണിപ്പത്? ഇങ്ങനെ അത്യന്ത വിരുദ്ധ ധർമ്മ അനേക ധർമ്മോപാധികത്വാത്, ഏത് ഉപാധിയെ നോക്കുന്നുവോ അതിനനുസരിച്ച് വിഭിന്നമാണ്. ഇപ്പൊ ഒരാള് ഇരുന്ന് ആലോചിക്കാന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പൊ ഇരുന്ന് അയാൾ ആലോചിക്കുകയാണ്. എന്താ അയാൾ ആലോചിക്കണമെന്ന് അന്വേഷിച്ചപ്പോ അയാൾ ദൂരെ ഒരു സ്ഥലത്ത് പോകാന്ന് വെച്ചോളൂ. ദൂരെ ഒരു സ്ഥലത്ത് പോവുകയാണ്. ഞാനിവിടെ ഇരിക്കുകയാണ്, ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, എനിക്ക് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ കാലിഫോർണിയയിൽ പോകണം. ശരി, ഇതാണ് ആലോചിക്കണത്. അപ്പൊ കാണുന്ന ആൾക്കാർക്ക് എന്താണ്? ഞാൻ ഇരിക്കുകയാണ്. ശരീരധർമ്മത്തെ, സ്ഥൂല ശരീരധർമ്മത്തെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അനങ്ങാണ്ടിരിക്കുകയാണ്. ഇനി മനസ്സെന്നുള്ളതിൻ്റെ ധർമ്മത്തെ നോക്കിയാലോ, ഞാൻ ഇപ്പോൾ കാലിഫോർണിയയിൽ എത്തിക്കഴിഞ്ഞു. 2-ാം തീയതി HSSൻ്റെ പരിപാടിയാണ്, 3-ാം തീയതി HSSൻ്റെ പരിപാടിയാണ്. രണ്ട് സ്ഥലത്താണ്, ദൂരം കുറേ ഉണ്ട്. സാരില്ല, വണ്ടി അവർ ഏർപ്പാട് ചെയ്യും, ഞാനെന്തിനാ ചിന്തിക്കണേ? എന്നാ പിന്നെ ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യം എന്താ? എടാ, ഞാൻ എന്തിനാ ചിന്തിക്കണത് എന്നാണെങ്കിൽ പിന്നെ ഇവിടെ ചിന്തിക്കണോ? എന്നാലും ചിന്തിക്കും, ഇല്ലേ? അതെ. പിന്നെ 5-6 അവിടെ തന്നെയാണ്, താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. 9-ാം തീയതി ഉദ്ഘാടനമാണോ അതിൻ്റെ? അത് നിങ്ങളൊക്കെ അറിയേണ്ടതാണ്. ശങ്കര അദ്വൈതാശ്രമം ഫോർ ഗ്ലോബൽ എൻലൈറ്റൻമെൻറ്റ്, സേജ് എന്നുള്ളതിൻ്റെ ഉദ്ഘാടനമാണ് 9-ാം തീയതി. അപ്പം അതിന് പങ്കെടുക്കണം. പിന്നെ ഇപ്പം എന്ത് വേണം? പിറ്റേന്ന് തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലെത്തണം. കുറേ ദൂരെയാണ്, പകലൊന്നും ഫ്ലൈറ്റില്ല, രാത്രിയേ ഉള്ളൂ, ഉറക്കൊഴിഞ്ഞു പോകണം.
ഉറക്കൊഴിഞ്ഞ് പോയാൽ പിന്നെ പിറ്റേന്ന് യൂണിവേഴ്സിറ്റിയിൽ ശരിയാവുമോ പ്രസംഗം? പ്രശ്നമല്ലേ? എന്താ അഭിപ്രായം? വേറെ ഫ്ലൈറ്റ് ഇല്ല, 5 മണിക്കൂർ പോവുകയും വേണം. ഇതൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മനസ്സിന്റെ വൃത്തി നോക്കിക്കഴിഞ്ഞാലോ, യാതി സർവതഹ, ആളിവിടെ ആയിരിക്കണത്, പക്ഷെ ഇരിക്കണ മുഴുവൻ അമേരിക്കയില. ശരീരധർമ്മം നോക്കിയാലോ, ആസീനഹ. സത്യത്തിലോ ഇത് രണ്ടുമല്ല. അപ്പൊ ഏത് ഉപാധിയോട് ചേർത്ത് ചിന്തിക്കുന്നോ ആ ഉപാധി ധർമ്മം ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയാണ്. അതിന്റെ ധർമ്മം ആത്മാവിൽ ആരോപിക്കും. അത് ചിന്തിക്കുക. അപ്പോ ഇങ്ങനെ വിരുദ്ധ അനേക ധർമ്മം, സ്ഥിതിഗതി, നിത്യാനിത്യ ആദി വിരുദ്ധ അനേക ഇതെന്തുകൊണ്ട് അനേക ധർമ്മം ഉണ്ടാവുന്നില്ല? ആത്മാവിൽ അനേക ധർമ്മം ഇല്ല. അനേക ധർമ്മോപാധികത്വം. അത് അനേക ധർമ്മങ്ങളോട് കൂടിയ ഉപാധിയോട് ചേരുമ്പോ സാമാന്യനായ ഒരാൾ ഈ ഉപാധിയിലാ നോക്കുക. കുഞ്ഞിന് ഏറ്റവും നന്നായിട്ട് അറിയാം അമ്മയെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം കുഞ്ഞിനെന്ന് വെച്ചോളൂ. ആ കുഞ്ഞൊന്നിട്ട് മുഖം മൂടിയൊക്കെ ഇട്ട് വേറെ രൂപത്തിൽ വന്നാലോ അറിയില്ല. പണ്ടത്തെ കുട്ടികൾ കളിക്കണ മുഖം മൂടിയൊന്നും അല്ല ഇപ്പോഴത്തത്. ഇപ്പൊ ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവില്ല, വേറെ രൂപം വേറെ തന്നെയായിപ്പോ. വളരെതായിട്ടുള്ള ചൈനീസ് സാധനങ്ങൾ കിട്ടാനുണ്ട്, ചൈനയിൽ നിന്ന് വരുന്നത്. ഏത് രൂപം മനസ്സിലാക്ക ഒരാൾക്ക് പിടികിട്ടില്ല, നിമിഷ നേരം കൊണ്ട് മാറാം. ഇടാൻ എളുപ്പമാണ്. അപ്പോഴോ ധാരാത് വന്നത് അമ്മനെ പേടിക്കും. അപ്പോ ഉപാധിയാണ് നമ്മൾ നോക്കുന്നത്, ഉപാധിയാണ് കാണുന്നത്. വിശ്വരൂപൈവ, വിശ്വരൂപനെ പോലെയാണ് എല്ലാ രൂപവും. ചിന്താമണി വധവഭാസത, ചിന്താമണി പോലെ. ചിന്താമണി കയ്യിൽ പിടിച്ചിട്ട് എങ്ങനെ ചിന്തിക്കുന്നു അതാണത്. എന്താഗ്രഹിക്കുന്നു അത് കിട്ടുന്നു വേറെ പക്ഷം, എന്താഗ്രഹിക്കുന്നു അത് കിട്ടുന്നു വേറെ പക്ഷം. മറ്റൊന്ന് എന്താണോ ഭാവന ചെയ്യണം ആ രൂപത്തിൽ അതിനെ കാണുന്നത്. അതഹ ദുർവിജ്ഞേയത്വം ദർശയതി. അതുകൊണ്ട് ഈ ആത്മാവ് ദുർവിജ്ഞേയമാണ്. കസ്തം മദന്യോ ജ്ഞാതും അർഹതി. ഞാനല്ലാതെ ആർക്കറിയാൻ പറ്റും? അവിടെ നിനക്കറിയണോ? നീ ഞാനാവണം. ഇത് ഈ ഒരു ധൈര്യം ഉണ്ടല്ലോ, ഞാനല്ലാതെ ആർക്കറിയുന്നുള്ള ആ ഒരു ധൈര്യം, അതൊന്ന് ആലോചിച്ച് നോക്കൂ. അത് വേണ്ടേ? അയ്യോ ഇത്ര കഷ്ടാണ്, വലിയ വിഷമാണ്, ഇതൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ എന്നല്ല. എനിക്കല്ലാതെ ആർക്കറിയാൻ പറ്റും? കരണാനാം ഉപശമഃ ശയനം. ഈ പുസ്തകത്തിലെ കാരണാനാം എന്നാണ്, അത് വെട്ടി കരണാനാമാക്കുക. കരണാനാം ഉപശമഃ ശയനം. കരണങ്ങൾ ഉപശമിച്ച് ഒരിടത്തിരിക്കുന്നതാണ് കിടക്കൽ. കരണജനിതസ്യ ഏകദേശ വിജ്ഞാനസ്യ ഉപശമഃ ശയനസ്യ ഭവതി. കിടക്കുന്നവന് ഈ കരണങ്ങളുടെ പരപ്പുണ്ടാവണില്ലല്ലോ. ഇത് കൈ കാല് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കണില്ലല്ലോ കിടക്കുന്ന ആൾക്ക്. അയാൾ കിടക്കുകയല്ലേ. ഇപ്പൊ കരണങ്ങൾ ഉപശമിച്ച് ഒരിടത്ത്. യഥാ ചൈവം കേവല സാമാന്യ വിജ്ഞാനത്വ സർവതഹായാതീവ. എന്നാൽ വിജ്ഞാന സാമാന്യത്വം വരുമ്പോഴോ, ബുദ്ധിയായിട്ടുള്ള താതാത്മ്യം വരുമ്പോ അവൻ എല്ലായിടത്തും ഓടുന്നതായിട്ടും വരും. സർവതോ യാതീവ, എല്ലായിടത്തേക്കും ഓടുന്നത് പോലെ. വിശേഷ വിജ്ഞാനസ്ഥ സ്വേന രൂപേണ സ്ഥിത. അപ്പൊ സാമാന്യ വിജ്ഞാനത്തിൽ കറങ്ങുകയാണെങ്കിലും വിശേഷ വിജ്ഞാനസ്ഥനാകുമ്പോഴോ എങ്ങോട്ടും പോകുന്നില്ല, താൻ തന്നിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നു. സൻ മനാദിഗതിഷു തത് ഉപാധികത്വ ദൂരം പറ. അപ്പോ
മനസ്സാകുന്ന ഉപാധിയോട് ചേരുമ്പോൾ ദൂരം പോയ പോലെ തോന്നും. ആ മനസ്സടങ്ങിയാലോ താൻ തന്നിൽ തന്നെ ഇരിക്കണതായിട്ടും തോന്നും. അതാണ് ഇരുത്തം വരിക എന്ന് പറയാറുണ്ട്. ഗുരുനാഥനോട് ശിഷ്യൻ പോയി ചോദിച്ചു, ഗുരുനാഥ വേദാന്തം പഠിപ്പിക്കാമോ? ഇരുന്നാ പഠിപ്പിക്കാമോ? അത്രേ ഉള്ളൂ. നീ ഇരുന്നാ പഠിപ്പിക്കാം, ഇരിക്കാൻ അറിയോ? അപ്പൊ അയാൾ നല്ല പത്മാസനമൊക്കെ വെച്ചിട്ട് സിദ്ധാസനത്തില് അർദ്ധപത്മാസനത്തിലൊക്കെ ഇരുന്ന് കാണിച്ചു കൊടുക്കുക ഗുരുനാഥന്. അപ്പോഴും ഗുരുനാഥൻ ചോദിക്കും, ഇരിക്കാൻ അറിയിച്ചാൽ പഠിക്കാം, വേദാന്തം പഠിക്കാം, ഇരിക്കണം, ഇരുന്നാ പഠിക്കാം. അപ്പൊ അതുകൊണ്ടൊരു 3-4 കൊല്ലെങ്കിലും ഇരിക്കാനാണ് പഠിപ്പിക്കുക, ഇരിക്കാൻ പഠിപ്പിക്കണം. അപ്പൊ ആര് തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒക്കെ തരും. എന്തൊക്കെ നമുക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ തരുകയായി. കാവ്യം പഠിപ്പിക്കുക. ഗുരുനാഥൻ, ഞാൻ കാവ്യം പഠിക്കാനല്ലല്ലോ ഇവിടെ വന്നത്, വേദാന്തം പഠിക്കാൻ. നീ കാവ്യം പഠിക്കടേ, കുമാരസംഭവം പഠിക്കേ, രഘുവംശം പഠിക്കുക, ഞാൻ പഠിപ്പിച്ചു തരാം. ഗുരുനാഥ രഘുവംശം മനസ്സിലാവണില്ല, എന്നാ വ്യാകരണം പഠിക്കാം ആദ്യം. വ്യാകരണം ഇരുത്തി വ്യാകരണം പഠിപ്പിക്കും. അപ്പൊ ഇയാൾക്ക് അങ്ങനെ തിളക്കിയാവുള്ളല്ലോ. ഈ ഗുരുവിന് തീരെ വിവരമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വേദാന്തം പഠിക്കാൻ വന്ന ആളാണ്. എന്നെപ്പോലെ ഒരു ജിജ്ഞാസു, നല്ലൊരു ജിജ്ഞാസുവിനെ കിട്ടിയിട്ട് ഇയാൾ നശിപ്പിക്കുകയാണ്. എന്താണ്? ഇയാൾ വ്യാകരണമാണ് പഠിപ്പിക്കണത്. ഞാൻ പണ്ഡിറ്റാവാനാ? എന്തിനാ എനിക്ക് വ്യാകരണം? എന്നാലും ഉപദ്രവം. അയാൾക്ക് സന്തോഷമാവട്ടെ, ഇരുന്ന് പഠിച്ചു. 2-2.5 കൊല്ലം വ്യാകരണം പഠിച്ചു. എന്നാ ഇനി വേദാന്തം തുടങ്ങല്ലേ? കാവ്യമാണ് ഇനി കാവ്യം തുടങ്ങാം, രഘുവംശം അല്ലെങ്കിൽ അത് വേണ്ട, കുമാരസംഭവം മതി, ചെറുത് മതി. ശരി, അതൊക്കെ കഴിഞ്ഞു. അവസാനം ഗുരുനാഥൻ ഒരു വാക്കും പറഞ്ഞ് ഇനി പോയിക്കൊള്ളാൻ പറഞ്ഞു. അത് മതി. മനസ്സിലാക്കുക എന്താണ്. വല്ലാത്ത പദ്ധതിയാണ്. അപ്പൊ ദൂരം വ്രജതീവ സച്ച ഇഹേവ വർത്തതേ. അവൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്, എങ്ങോട്ടും പോണില്ല. എന്നാലോ മനോപാധികരത്വം അത് ദൂരെ പോവാണ്. തദ്ദൂരേ തദ്വന്തികേ. ദൂരെ എന്നുള്ളടത്ത് ഭാഷ്യകാരൻ പറയുന്നുണ്ട്, വർഷകോടി ശതൈരപ്യവിദുഷാമപ്രാപ്യത്വാത്. വർഷകോടി ശതം കൊണ്ടും ചെന്നെത്താൻ പറ്റാത്ത അത്ര ദൂരെയാണ്. എന്നാ വിദ്വാനെ സംബന്ധിച്ചോ ഇഹൈവ, ഞാൻ തന്നെയാണ്, പിന്നെന്താ, ഞാൻ ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ എവിടെയൊക്കെ പോയി നോക്കി. ശരി. തദ് വിജ്ഞാനാച്ച ശോകാത്യയ ഇത്യഭിദർശയതി. തദ് വിജ്ഞാനാത് ച ശോകാത്യയ ഇത്യപി ദർശയതി. ഈ ആത്മവിജ്ഞാനം കൊണ്ട് ശോകം തീർത്തുമില്ലാതാകുന്നു. ശോകാദികോ ഭവേത്, ഹർഷശോകൗ ജഹാതി എന്നൊക്കെ പറഞ്ഞു. അത് ഉറപ്പിച്ചു പറയുന്നു. എന്താ പറയണത്? അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. അല്പം കഴിഞ്ഞ് തുടരാം. കുറെ പേരുണ്ട് ക്ലോക്കൊക്കെ നോക്കി കഴുത്ത് ക്ലേശിക്കണത്. എന്താ നിർത്താത്തതെന്ന് വിചാരിച്ചിട്ട്. അതെ എല്ലാവർക്കും വരും, ഞങ്ങളെപ്പോലുള്ളവർക്കല്ല, എല്ലാവർക്കും ഉണ്ട്. ശരി. ഓം സഹനാ ഭവതു
സഹ നോ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.